ഫഹറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെയുടെ തഫ്സീറിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ ഒരു മക്ബറയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഖബറാളി ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് ഈസാ നബി അലൈഹിസ്സലാമിന് അനുഭവപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ സ്ഥലത്ത് വന്നപ്പോൾ ആ ഖബറിലുള്ള ആള് വലിയ സന്തോഷവും വലിയ അനുഗ്രഹങ്ങളും ആ ഖബറിൽ നിറഞ്ഞിരിക്കുന്നതായിട്ടും ഈസാ നബി അലൈഹിസ്സലാം കാണുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്താണ് ഈ ഖബറിൽ കിടക്കുന്ന ആളിന് സംഭവിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു, നബിയെ, ഈ മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് വലിയ തെമ്മാടിയും തെറ്റുകുറ്റങ്ങളായി ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയുമായിരുന്നു. ഇദ്ദേഹം മരിച്ചു, ഖബറടക്കി, വർഷങ്ങൾ കഴിഞ്ഞു. ഈ മനുഷ്യൻ്റെ ഭാര്യ പ്രസവിച്ചു, ഒരു ആൺകുട്ടിയായിരുന്നു. ആ കുട്ടി വളർന്നു വലുതായി. ആ കുട്ടിയെ ഉമ്മ ഇൽമു പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഉസ്താദിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി ആക്കി. ആ ഉസ്താദ് ഈ കുട്ടിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ഇത് അനുസരിച്ച് ആ കുട്ടി ഓതുകയും ചെയ്തപ്പോൾ അന്നു മുതൽ ഈ മനുഷ്യൻ്റെ ഖബറിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇവിടെ കേവലം ഒരു ബിസ്മി ഈ മകൻ പഠിച്ച ഒരു പ്രതിഫലം കൊണ്ട് ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു പിതാവിൻ്റെ ഖബറിന് വലിയ ആശ്വാസം ലഭിക്കുകയാണ്. ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാം ഖബർ വെളിച്ചമാകാൻ ധാരാളം ഖുർആൻ നമുക്ക് പാരായണം ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.